ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഒരു ഓർഡർ കിട്ടുമ്പം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പം ഞാൻ 1.5 കിലോയുടെ കേക്ക് തലേന്ന് ചെയ്ത് വെച്ചാണ് കേട്ടോ. രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ തന്നെയാണ് കേട്ടോ, ഏതൊരു കേക്കാണെങ്കിലും. ഇതിപ്പം ഞാൻ വെക്കുന്നത് പുറത്താണ് നമ്മൾ കേക്ക് സൂക്ഷിക്കേണ്ടത്. ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലൊരു എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ഇങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറുമ്പ് കയറില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു ദിവസം ഫുള്ളിരിക്കുമ്പം കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റും നല്ല മണമൊക്കെ വരും. ഇനി നമുക്ക് കേക്ക് പുറത്തെടുത്തിട്ട് കേക്കൊന്ന് ലെയർ ചെയ്തെടുക്കണം. അത് മാത്രമല്ല, ഈ കേക്കിൻ്റെ ടോപ്പിൽ നിന്നുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയും വേണം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കൊടുക്കുന്ന കേക്ക് അല്ലെങ്കിലും കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ബ്രൗൺ കളർ ഇതിൻ്റെ സൈഡിൽ നിന്നും മുകളിൽ നിന്നും ഒക്കെ മാറ്റിയാൽ മാത്രമേ അങ്ങനെ മാറ്റണം കേട്ടോ. അപ്പോഴാണ് കേക്ക് നല്ല ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുക. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സിറപ്പൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെക്കും കേട്ടോ. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ സിറപ്പൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്കിന് നമുക്കൊരു 3/4 കപ്പോളം പഞ്ചസാര വേണം കേട്ടോ. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും ഒഴിച്ചു. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ നല്ല അലിയുന്ന വരെ നമ്മൾ തിളപ്പിച്ചെടുക്കും. എന്നിട്ട് അത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ കേക്ക് എപ്പോഴാണോ ഐസിങ് ചെയ്യുന്നത് അപ്പോഴാ ഒരു സിറപ്പ് പുറത്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് കേക്കിൽ ഇഷ്ടമുള്ള ക്രഷ് യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ക്രഷ് യൂസ് ചെയ്യുന്നത് സ്ട്രോബെറി ക്രഷും യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ ചെറി സിറപ്പ്, ചെറി ക്രഷ് ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാറുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ കടകളിലൊക്കെ സ്ട്രോബെറി ക്രഷാണ് കേട്ടോ ഇതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനും ഇവിടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്.
നമ്മൾ കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്താൽ ഇതിൻ്റെ താഴെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ക്രീമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നീറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഗ്രേറ്റർ യൂസ് ചെയ്തിട്ടും ഗ്രേറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ചീവി എടുത്താൽ മതി കേട്ടോ. നല്ല നൈസായിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അത് നമുക്കിതുപോലെ സൈഡിലെല്ലാം ആയിട്ട് ഒന്ന് കവർ ചെയ്യാം. കേക്കിൻ്റെ സൈഡിലും അതുപോലെ കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ ഈ സൈഡിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലും സൈഡിലായിട്ട് വളരെ കുറച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പേര് എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേക്ക് ഗ്ലേസ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പല കളറിലും കിട്ടും, പക്ഷേ ഞാൻ ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ളതേ മേടിക്കാറുള്ളൂ. അതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഗ്ലേസ് മേടിച്ചിട്ട് അതിൽ ബ്രൗൺ കളർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഈ ഒരു കേക്കിൽ നമുക്ക് ബ്രൗൺ കളർ അതുപോലെ ഓറഞ്ച് കളറൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് 2 കളർ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമുക്കിതുപോലെ നെയിമൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു ഫോണ്ടൻ്റ് വെച്ചൊരു ഫ്ലവർ ചെയ്യാം. ഇതൊക്കെ തലേന്ന് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം ടോപ്പേഴ്സിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന ഇതുപോലുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫോണ്ടൻ്റ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ ഇപ്പോഴിങ്ങനെ ആലോചിച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഫ്ലവർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഷേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ഇതിൻ്റെ തുമ്പ് വശങ്ങളുണ്ടല്ലോ അത് നമുക്ക് നല്ല തിന്നാക്കി എടുക്കണം. കട്ടി പാടില്ല അവിടെ. അപ്പോൾ അത് നമ്മളൊന്ന് കട്ടി കുറച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വെള്ളം തന്നെയാണ് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഐസിങ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബാൾസ് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ടോപ്പിൽ ആ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ആട്ടോ എടുത്തത്. ഞാൻ കത്തി വെച്ചിട്ടല്ല അത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഗ്രേറ്ററില്ലേ അത് യൂസ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ചോക്ലേറ്റ് നല്ലൊന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതുപോലെ ഈ സൈഡിൽ ഒന്ന് ആക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടും. പിന്നെ ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് കേക്കാണ്, 1.5 കിലോയുടെ കേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സുമീസ് വ്ളോഗിൽ കിടപ്പുണ്ട്. ആ സെയിം റെസിപ്പി തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി കാണണം എന്നുള്ളവർ സുമീസ് വ്ളോഗ് എന്നൊന്ന് സെർച്ച് ചെയ്ത് ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ആ റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾ ഈ സെയിം കേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ ഫുള്ളൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ സുമീസ് വ്ളോഗിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.